ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കുന്നതിന്. അതിന് മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് കാൽസ്യവും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഗുണങ്ങൾ ഒരുപാടുള്ളൊരു ഫ്രൂട്ടാണിത്. ടേസ്റ്റുമില്ല, പക്ഷേ ഗുണങ്ങളുണ്ട്. കണ്ടാൽ നല്ല ഭംഗിയാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നും. പക്ഷേ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും ആക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് വൈറ്റ് കളറിലാണെന്ന് അറിഞ്ഞത്. കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് വൈറ്റ് ആണോ പിങ്ക് ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിങ്ക് കളർ വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. വൈറ്റ് കളറ് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇത് ചുമ്മാ കഴിക്കുന്നതാണ് ഈ ജ്യൂസും ഷേക്കും ഒക്കെ അടിച്ച് കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ ഈ നടുവേ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അത് പീൽ ഓഫ് ചെയ്യാൻ പറ്റും. പീൽ ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അത് അരിയാനൊക്കെ എളുപ്പമാണ്. ഒരു ഫ്ലഷ് മോഡലാണ്. ഇത് ലിച്ചിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത്. ഇത് കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. നമ്മളിത് ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് കഴിച്ചിരിക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ നല്ലതാണ്. മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ, അതിനുശേഷം ഒരു അര ഗ്ലാസ് മിൽക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ 1 ഗ്ലാസ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 1 സ്കൂപ്പ് 2 സ്കൂപ്പ് ഐസ്ക്രീം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൽ ബനാനയൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. ബനാന വേണമെങ്കിൽ ബനാന ആഡ് ചെയ്യാം. പക്ഷേ ബനാനയൊന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷേക്കും ജ്യൂസൊക്കെ അടിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഷേക്കും ജ്യൂസെല്ലാം കുട്ടികൾക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാമെന്ന് കരുതി. സ്കൂൾ വിട്ട് വരുന്ന വഴി എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടാണ് 2 പേരും കൂടെ കയറി വരുന്നത്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഷേക്കെന്ന്. കുടിച്ചാലോ നമുക്ക്? നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.